ഈ വധശിക്ഷയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വധശിക്ഷനെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നില്ല. അതെന്താ, ആക്രമിക്കപ്പെട്ട വ്യക്തികൾക്ക് നീതിയുടെ ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെക്കുന്നത്? എന്തുകൊണ്ടാണ് അത് വേണമെന്ന് വെക്കുന്നത്? സൗദി അറേബ്യയില് ഈ നിയമം നിലനിൽക്കുന്നുണ്ട്. അവിടെ ക്രൈം റേറ്റ് കുറവാണ്. ഇവിടെ അക്രമം നടക്കും. ഇന്ത്യയിൽ അക്രമം നടത്തില്ല, വേറെ അവിടെ അക്രമം നടക്കുക. സമൂഹം ഒന്നാകെ ഗോവിന്ദചാമിക്ക് എതിരെ. സമൂഹം ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചൊന്നല്ല ഇത്. നിങ്ങൾ മോഷ്ടിക്കാതിരിക്കുന്നത് പിടി വീഴുന്നു, പോലീസ് പിടിക്കുന്നു, നാണക്കേടാകുന്നു, പത്രത്തിൽ ഫോട്ടോ വരുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും വധശിക്ഷ എടുത്തേക്കുണ്ട്. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ റയറാ. ക്രൈം നടന്നതിൽ പിന്നെ റയർ എന്ന് പറയുന്നത് എന്താ? ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് നീതി ലഭിക്കുക എന്നുള്ളത് കൂടിയില്ലേ? ധനഞ്ജയ്, ഈ വധശിക്ഷയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആൾക്കാർക്ക് അത് കുറ്റവാളികൾക്ക് വധശിക്ഷ കൊടുക്കണോ വേണ്ടയോ? വധശിക്ഷ എന്ന് പറയുന്നത് ലോകത്ത് കാലഹരണപ്പെട്ടു പോയ ഒരു ശിക്ഷാരീതിയായിട്ടാണ് ലോകം അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. ഇതിന് ലോക സംഘടനകൾ തന്നെ ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് തന്നെ വധശിക്ഷ എടുത്ത് നീക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരുപാട് തെളിവുകളും അവർ ഹാജരാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെക്കുന്നത്? വേണമെന്ന് വെക്കുന്നത് നമ്മുടെ രാജ്യത്ത് അത്രയും പൈശാചികമായിട്ട് ഒരു മനുഷ്യനെ കൊല്ലുന്നു, അത്ര വലിയ വയലൻസ് ചെയ്യുന്നവർക്കാണല്ലോ നമ്മള് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പൊ എന്താണ് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടി വരും. എന്താണ് അപൂർവങ്ങളിൽ അപൂർവം? അത് പ്രൂഫുകളുടെ അനുസരിച്ചാണല്ലോ. നമ്മൾ എല്ലാ കേസുകളിലും ഇപ്പോൾ എല്ലാ കൊലപാതകങ്ങളിലും നമ്മൾ തൂക്കുകയറ് വിധിക്കുന്നില്ലല്ലോ. ഒരു മനുഷ്യന്റെ ജീവൻ അത്രത്തോളം വില ഉണ്ടായിട്ടും നമ്മൾ പലപ്പോഴും ജീവപര്യന്തങ്ങളിലാണ് വിധി ഉണ്ടാവാറ്. അതുപോലെ തന്നെ റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റിലാണ് ഈ പറയുന്ന വധശിക്ഷ വിധിക്കുന്നത്. അത്ര റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ്. കൊലപാതകത്തിൽ വെറുതെ കൊന്നു, തമാശക്ക് കൊന്നു എന്ന് പറയുന്ന സാധനങ്ങളുണ്ടോ? ഇല്ല. എല്ലാം റയറാണ്. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ റയറാ അല്ലേ? ക്രൈം നടന്നതിൽ പിന്നെ റയർ എന്ന് പറയുന്നത് എന്താ? അത് അതിന്റെ ബ്രൂട്ടാലിറ്റി അനുസരിച്ചാണ്. അതാരാ തീരുമാനിക്കുന്നത്? ഭയങ്കര ബ്രൂട്ട്. 56 വെട്ടുവിട്ട് ടി പി ചന്ദ്രശേഖരന്റെ പ്രതികൾ ഇപ്പൊ പുറത്തുണ്ട്. ഇവിടത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തികളുടെ ലിസ്റ്റ് എടുത്ത് നമുക്ക് പരിശോധിക്കാം. 78% കണക്കുകൾ പറയുന്നതാണ്, ഞാൻ പറയുന്നല്ല. 78% വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെല്ലാവരും തന്നെ 78% വരുന്ന ആൾക്കാരും പിന്നോക്ക അവസ്ഥയിലുള്ളവരാണ്. സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ കോർണർ ചെയ്യപ്പെട്ട വ്യക്തികളാണ്. നല്ല വക്കീലുണ്ട്, അവർക്ക് പൈസ ഉണ്ട്, അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, ഞാൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കെ എങ്ങനെയാ? അതായത് എന്തിനാണ് വധശിക്ഷ വിധിക്കുന്നത്? എന്തിനാണ് ശിക്ഷ എന്ന് പറയുന്ന സാധനം? എന്താ അൾട്ടിമേറ്റ്ലി നിരുപമ? എന്താണ് ശിക്ഷയെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാണ് നമ്മളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കുന്നത്? രാജ്യത്ത് ക്രൈം റേറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ശരിക്കും പണിഷ്മെന്റ് കൊടുക്കുന്നത്. പക്ഷെ അതേസമയം ഇപ്പുറത്തെ സൈഡില് വിക്ടിം ഉണ്ട്, ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് നീതി ലഭിക്കുക എന്നുള്ളത് കൂടിയില്ലേ? എന്തുകൊണ്ടില്ല? ആക്രമിക്കപ്പെട്ട വ്യക്തികൾക്ക് നീതിയുടെ ആവശ്യമൊന്നുമില്ല. ആക്രമിക്കപ്പെട്ട വ്യക്തികൾക്ക് നീതിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്, ആക്രമിക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിക്ക് സ്റ്റേറ്റ് നൽകേണ്ട ഉറപ്പ്. ആ സ്റ്റേറ്റ് നൽകേണ്ട ഉറപ്പാണ്. ആ സ്റ്റേറ്റ് നൽകേണ്ട ഉറപ്പ് അവിടെ അവർക്ക് ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഗവൺമെന്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മരണത്തിന് ശേഷം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ബെയർ മിനിമം ആണ് ആ വ്യക്തിക്ക്, മരണപ്പെട്ട വ്യക്തിക്ക് നീതി നേടി കൊടുക്കുക എന്നുള്ളത്. വ്യക്തിക്ക് പിന്നെ എന്ത് നീതി? ലോകത്തില്ലാത്തൊരു മനുഷ്യന് നീതിനെ പറ്റിയാണ് പറയണേ. അബ്യൂസർ എന്തിനു ജീവിക്കണം? അയാൾ പിന്നെയും അയാൾക്ക് സമൂഹത്തിൽ ക്രൈംസ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ക്രൈംസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകളുണ്ടോ? ചെയ്യുന്നില്ല. ജയിലിൽ പോയ ആൾക്കാർ പിന്നെയും പരോളിൽ ഇറങ്ങുമ്പോ എത്ര പീഡനങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. വാർത്തകൾ വിട്, വാർത്തകൾ അവിടെ നിൽക്കട്ടെ. വാർത്തകളെ കുറിച്ചല്ല. ജയിലിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന പ്രതികൾ
എത്രയോ വ്യക്തികൾ, കണക്കുകൾ സൂചിപ്പിക്കുന്നത് വ്യക്തികളിൽ പരിണാമം ഉണ്ടാകുന്നുണ്ടെന്നാണ്. എന്തിനാണ് ജയിലുകൾ എന്ന് പറയുന്നത്? റീഹാബ് ചെയ്യാന്ന് പറയുന്നത്. റീഹാബിലേഷനാണ് ജയിലുകളുടെ ആകെയുള്ള ഉദ്ദേശം. അല്ലാതെ അവനൊരു ക്രൈം ചെയ്തു, അതുകൊണ്ട് നമുക്കൊരു പണി അങ്ങോട്ട് കൊടുക്കണം, അതുകൊണ്ട് അവനെ പണിയാം എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലുള്ള വികാരം മാത്രമാണ്. നിയമം അങ്ങനെയല്ല പോണേ. നിയമം പോണത് ആക്ച്വലി അവിടെ ഒരാൾക്ക് ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ കേസ് വരുന്ന ആരൊക്കെ തമ്മിലാ അറിയോ? വാദിയും പ്രതിയും തമ്മിൽ അല്ല, വാദി ആരാ? സ്റ്റേറ്റ്. എന്തുകൊണ്ടങ്ങനെ? വിക്ടിം എങ്ങനെയാ സാക്ഷി മാത്രമാവണേ? സ്റ്റേറ്റും പ്രതിയും തമ്മിലെ കേസ്, വിക്ടിമയുടെ സാക്ഷിമൊഴി മാത്രമാണ്. ഇതെന്തുകൊണ്ടാ? സമൂഹത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട്. ഇവിടെ ക്രൈം നടന്നാൽ അത് സ്റ്റേറ്റും പ്രതിയും തമ്മിലുള്ള വിഷയമാണ്. അവിടെ വിക്ടിമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്ക് പിന്നെ അവിടെ നീതി എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. അങ്ങനെയല്ല, അങ്ങനത്തെ സിനാരിയോ ഇല്ല. നീതി എന്ന് പറയുന്ന സാധനം എന്താ? ആക്രമിക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നത്. നിങ്ങളൊരു മനുഷ്യനായിട്ട്, ഒരു പൗരനായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. നിങ്ങൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് നിങ്ങളുടെ മൗലിക അവകാശത്തിൽപ്പെടുന്ന കാര്യമാണ്. ഈ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ലംഘിച്ച ഒരാൾ ഉണ്ടെങ്കിൽ ആ ലംഘിച്ച ആളെ പനിഷ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ആ പണിഷ്മെന്റ് ആണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി ആയിട്ട് കൊടുക്കുന്നത്. റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് രീതിയിൽ ഒരു വ്യക്തിനെ കൊന്നു, ഈ വ്യക്തിക്ക് കൊടുക്കുന്നു എന്ത്? ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നു. അപ്പൊ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താ? ഇതേ വ്യക്തി ചെയ്ത കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക് എന്ന് പറയുന്ന അത് എല്ലാ കേസുകളിലും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അപൂർവത്തിൽ അപൂർവം എന്താണെന്നുള്ളത് പറയണം. അപ്പൊ പിന്നെ അപൂർവത്തിൽ അപൂർവം തീരുമാനിക്കുന്നത്. അപൂർവത്തിൽ എല്ലാം ബ്രൂട്ടൽ. അതാ ഞാൻ ടി പി ചന്ദ്രശേഖരന്റെ വിഷയം എടുത്തിട്ടത്. 56 വെട്ട് എന്ന് പറയുന്നത് ബ്രൂട്ടൽ അല്ലേ? എന്നിട്ട് എന്താ അതില് വധശിക്ഷനെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നില്ല. അതെന്താ? അതായത് അവിടെ നിൽക്കുന്ന ജഡ്ജിയുടെ വിവേചന അധികാരത്തിൽ പെടുന്നതാണ് ഈ പറയുന്ന ബ്രൂട്ടാലിറ്റി. ജഡ്ജിക്ക് അത് ബ്രൂട്ടലായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൂട്ടലാ. മനസ്സിലായോ? അത് ജഡ്ജിയുടെ മാത്രം തീരുമാനമല്ലല്ലോ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ. ഇതേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേറെ ജഡ്ജിലോട്ട് വരുമ്പോ ശിക്ഷ കുറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? ഇതേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേറെ ജഡ്ജിയുടെ, ഇപ്പോൾ കീഴ്ക്കോടതി വിധിച്ച വിധി അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, അവസാനം ഗവർണറെ കാണുന്നു. ഇത്രയുണ്ട് വധശിക്ഷ നടപ്പിലാക്കാനായിട്ട് അല്ലേ? അപ്പൊ ഇതിലൊക്കെ തന്നെയും വിധികൾ മാറുന്നുണ്ട്. ഷാരോൺ വധക്കേസ് എങ്ങനെ അപൂർവത്തിൽ അപൂർവമാകുന്നത്? അത് ആ വ്യക്തിക്ക് തോന്നിയ വൈകാരികപരമായിട്ടുള്ള, ആ ജഡ്ജിക്ക് തോന്നിയ വൈകാരികപരമായിട്ടുള്ള തലമാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ലോജിക്ക് മാത്രമല്ലാതെ വൈകാരിക തലത്തിൽ എടുക്കാനേ പറ്റില്ല. അതെങ്ങനെ എടുക്കാൻ പറ്റുക? അങ്ങനെ നിയമങ്ങളൊക്കെ പൊളിക്കേണ്ടി വരും. ഓരോ വ്യക്തികളുടെ വൈകാരിക തലത്തിനനുസരിച്ച് നിയമങ്ങൾ പൊളിക്കേണ്ടതായിട്ട് വരും. അതെങ്ങനെ പൊളിക്കാൻ പറ്റുക? അത് ഓരോ വ്യക്തിയുടെയും എന്നല്ല, സമൂഹത്തിന്റെ മനസാക്ഷി. സമൂഹമാണല്ലോ നമ്മൾ വിധി തീരുമാനിക്കുന്നത്. സമൂഹത്തിന് നല്ലത് വധശിക്ഷ ഇല്ലാതാകുന്നതാണ്. ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന് കുറച്ച് തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവരണം. പക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ സൗദി അറേബ്യയില് ഈ നിയമം നിലനിൽക്കുന്നുണ്ട്. അവിടെ ക്രൈം റേറ്റ് കുറവാണല്ലോ. അവിടെ ക്രൈം ചെയ്യാൻ ആൾക്കാർ ഭയക്കുന്നുണ്ട്. ക്രൈം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സൗദി അറേബ്യയിൽ ഫോർ എക്സാമ്പിൾ 5000 ക്രൈംസ് ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 50,000 ക്രൈമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എവിടെ ക്രൈം റേറ്റ് കുറവ്? ഇവിടെ കുറവ്. ഇന്ത്യയിൽ ഒരു വ്യക്തി ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാ. ലോകത്തെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യം, 148 കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് സംസ്കാരങ്ങളുള്ള രാജ്യം, ഒരുപാട് മതങ്ങൾ, വൈവിധ്യങ്ങൾ നിറഞ്ഞ മതങ്ങളുള്ള രാജ്യം. ഇവിടെ അക്രമം നടക്കും. ഇന്ത്യയിൽ അക്രമം നടത്തില്ല, വേറെ എവിടെ അക്രമം നടക്കുക? ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള അതെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ വാദം എന്താ? അവിടെ എന്തോ അക്രമം കുറവാന്ന്. അത് എടുക്കാൻ പറ്റില്ല. അവിടെ ജനങ്ങൾ കുറവാ, അവിടെ സംസ്കാരങ്ങൾ കുറവാ. ദാറ്റ് മീൻസ് ഇവിടെ നടക്കുന്നതൊക്കെ ആക്രമണങ്ങളുടെ റേഷ്യോ അവിടെ കുറവായിരിക്കും. ആക്രമണങ്ങളുടെ അവിടെ കുറവായിരിക്കും. റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം സെയിം തോല് പക്ഷികളാണ്. ഈ പറയുന്ന കണക്കുകളൊക്കെ മറ്റ് രാജ്യങ്ങളാണല്ലോ. ഇപ്പം പറയുന്ന കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ആൾക്കാർ വളരെ പോപ്പുലേഷൻ കുറവാണ്. ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലാണ് എന്നുള്ളതാണല്ലോ നേരത്തെ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് കാനഡ പോലുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? കാനഡ പോലുള്ള രാജ്യങ്ങളെ വെച്ചിട്ട് ഇവിടുത്തെ ക്രൈം റേറ്റിനല്ല കമ്പയർ ചെയ്തേ.
ശിക്ഷാവിധിനെ പറ്റിയിട്ടാണ് കമ്പയർ ചെയ്തത്. ഇവിടെ ശിക്ഷ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രൈം നടക്കാനുള്ള സാഹചര്യം എന്തൊക്കെയാണ് അതെന്ന് പറഞ്ഞേ. ഇവിടെ ക്രൈം നടക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എന്താ? പെട്ടെന്നുണ്ടായ വൈകാരിക തളിച്ചയുടെ പുറത്താണ് ഇവിടെ ബഹുഭൂരിപക്ഷം ക്രൈമുകൾ നടക്കുന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂട് കൊലപാതകം, അതിൻ്റെ പേരെന്തായിരുന്നു, മറ്റേ അഫ്വാൻ, ആ കേസിൽ ഉൾപ്പെടെ അവന് പെട്ടെന്നുണ്ടായ വൈകാരിക തളിച്ചയുടെ പുറത്ത് മാത്രം നടന്ന കൊലപാതകം. അവൻ ഇനിയൊരു ക്രൈം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്, അതൊരു സത്യാവസ്ഥയാണ്. എന്നാൽ ഗോവിന്ദച്ചാമി ഇനി ക്രൈം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, അതും ഒരു സത്യാവസ്ഥയാണ്. സവാദിനെ പോലുള്ള വ്യക്തികൾ ഒരു ക്രൈം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത് മൂന്ന് കാറ്റഗറിയാണ്. ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് എന്താ, ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. സവാദ് എന്ന് പറയുന്ന ആളെ ജയിലിലിടുക എന്നുള്ളതല്ലേ, അല്ലാണ്ട് എന്താ ജയിലിൽ എത്ര കാലം അവരെ കൊന്നിട്ട് എന്തിനാ? നമ്മളുടെ ജനങ്ങളുടെ നികുതി പണമാണ് അത് എടുത്ത് എങ്ങനെ ഒരു അബ്യൂസറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റവാളിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത എന്താ? അല്ലാണ്ട് എന്താ ചെയ്യണ്ടേ? അയാൾക്ക് എന്തുകൊണ്ട് ഒരു എന്താ പറയാ, എന്തിനങ്ങനെ ചെയ്യണേ? എന്തിനങ്ങനെ ചെയ്യുന്നേ? ക്രൈം റേറ്റ് ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഇല്ല. അയാള് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ വർഷം ഒരു എന്താ പറയാ, ഒരു പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല് ഇത്ര വർഷത്തേക്കെന്നാണല്ലോ. വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങി. ഗോവിന്ദച്ചാമിയുടെ ഒരു അവസ്ഥ അനുസരിച്ച് ആള് ജീവിതകാലം മൊത്തം ജയിലായിരിക്കും. പിന്നെ ജീവപര്യന്തം 14 വർഷമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വിവരമില്ലാത്തോണ്ട് പറയുന്ന. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എന്താ, ലൈഫ് ടൈം ജയിലിലാണെന്നുള്ളതാണ്. 14 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഹർജി പോകാൻ പറ്റും. ഗോവിന്ദച്ചാമിയുടെ കേസിൽ ഹർജി അപ്രൂവ് ആവില്ല, അപ്പോൾ ആള് ജയിലിൽ തന്നെയായിരിക്കും. അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം അവിടെ തീർന്നു. പിന്നെ സമൂഹത്തിലെ ഈ പറയുന്ന കേസില് സമൂഹം ഒന്നാകെ ഗോവിന്ദച്ചാമിക്ക് എതിരായി, സമൂഹത്തിന്റെ എതിരും സമൂഹത്തിന്റെ സപ്പോർട്ടും, സമൂഹം ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചൊന്നല്ല ഇത് ഈ വിഷയം. അത് പക്ക വൈകാരിക തലമാണ് നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹം ആരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തത്, സമൂഹത്തിന് ചിലപ്പോൾ എനിക്കുണ്ട് ഈ പറയണ ദേഷ്യം. ഗോവിന്ദച്ചാമിനെ കിട്ടിക്കഴിഞ്ഞാൽ തല്ലിക്കൊല്ലാണെന്നൊക്കെയുള്ള ദേഷ്യമൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്തെ വി ആർ ദ പീപ്പിൾ എന്ന് തുടങ്ങുന്ന ഭരണഘടനയുള്ള ഈ രാജ്യത്ത് അംബേദ്കർ അത്രയും മനോഹരമായിട്ട് എല്ലാവരും തുല്യരാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഭരണഘടനയിൽ പ്രതികളെ മാത്രം മാറ്റിയെടുത്താൻ പറ്റില്ല. അത്രേ ഉള്ളൂ. മനുഷ്യരൊക്കെ തുല്യരാണെന്ന് വാദോരാതെ പറയുകയും എന്നാൽ പ്രതിയാക്കം കാണിക്കുന്നവരെ നമ്മൾ എങ്ങനെ മനുഷ്യരായിട്ട് കാണും. അതാ പറഞ്ഞത്, ഇവിടെ 85% കൂടുതൽ ആളുകൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വളരെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അത് കണക്കുകളാണ്. ജയിലിൽ പോകുന്ന ആളുകൾ അവിടെ എത്തിയിട്ട് പറയുന്നത് എന്താണെന്നും അവരെങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നും ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ജീവിച്ച് ഇന്ത്യയിൽ തന്നെ ജയിലുകളിൽ ജോലി ചെയ്തിട്ടുള്ള ജയിലറുകളുടെ അടുത്ത് അവരുടെ ഇൻ്റർവ്യൂസ് ഉണ്ടായാലും അല്ലെങ്കിൽ അവരോട് സംസാരിച്ചാലും മനസ്സിലാവും എത്രത്തോളം പാവങ്ങളാണ് ഈ പറയുന്ന ബ്രൂട്ടാലിറ്റി ചെയ്ത ആൾക്കാരെന്നുള്ളത്. അത്ര ബ്രൂട്ടലായിട്ടുള്ള ഒരാള് നമ്മൾ പിന്നെയും ജയിലിൽ പ്രവേശിപ്പിക്കുന്നു. ബ്രൂട്ടാലിറ്റി എന്നൊക്കെ പറയുന്ന എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. സർവൈവിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ പറയട്ടെ, എല്ലാവരുടെയും മനസ്സിലുണ്ട്. എനിക്കിപ്പോ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയോട് വളരെയധികം ദേഷ്യം ഉണ്ടായിരിക്കും, പക്ഷെ അയാളെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നമ്മളത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ലോകത്ത് നിരുപമ വേറൊരാൾ മാത്രമേ ലോകത്തുള്ളൂ എന്ന് വിചാരിക്കുക. സർവൈവിങ്ങിന്റെ ഭാഗമായിട്ട് നിരുപമ ആ വ്യക്തിനെ കൊന്നു തിന്നും. ഇത് റിയാലിറ്റിയാ. ഞാൻ ചോദിക്കുന്നത്, എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് വൈരാഗ്യമുണ്ട്, വളരെയധികം വൈരാഗ്യമുണ്ട്. അയാളെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ എനിക്ക് അത്ര വൈരാഗ്യമുണ്ട്, പക്ഷെ ഞാനത് ചെയ്യില്ല. എന്തുകൊണ്ട്? പേടികളുണ്ട്. നിയമത്തിനല്ല, ശിക്ഷിക്കപ്പെടുന്നുള്ള പേടികളുണ്ട്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ തമ്മിലൊരു തർക്കമുണ്ടായി, ആ തർക്കത്തിന്റെ പുറത്ത് ഞാൻ നിരുപമനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ആ നേരത്തെ അവൻ ചിന്തിക്കുമോ, ഞാനിപ്പോ നിരുപമനെ കൊന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ കെട്ടിത്തൂക്കി ഇല്ല. അങ്ങനൊന്നുമില്ല. ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുള്ള ആര് പറഞ്ഞു? ശിക്ഷിക്കപ്പെടുന്നുള്ള പേടി തന്നെയല്ലേ നമുക്ക് ഇവിടെ വേണ്ടത്. അതെ, ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടുന്നുള്ള. അതായത് എന്റെ വേണ്ട, എന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. ഇവിടത്തെ വേറൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ, ജയിലുകൾ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്ന നാട്ടുകാർ ഇവിടെ ഉള്ളത്. ജയിലിൽ ഫുഡ് കിട്ടുന്നു. ഫുഡ് മാത്രം മതിയോ ഒരു മനുഷ്യൻ ജീവിക്കാൻ? പോരാ. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും, എൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും, ഇത്ര കൊല്ലത്തേക്ക് ഹനിക്കപ്പെടും എന്നുള്ള പേടി തന്നെയാണ് ഇവിടെ കൃത്യങ്ങൾ കുറയുന്നത്. ആ പേടിയുടെ ആവശ്യമുള്ളൂ. അതിന് കൂടുതൽ എൻ്റെ തല പോവും, എൻ്റെ ജീവൻ പോകും എന്നുള്ള പേടിയൊന്നും ഒരു ക്രൈം ചെയ്യാൻ വരുന്ന ഒരാൾക്കില്ല. ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പേടി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു സൈക്കോപാത്തിന് അവൻ മരണപ്പെടുന്നുള്ള പേടിയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഒരു ചാവേറിന് ഇല്ല. ഈ ഇവിടെ ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം നടത്തിയ
മറ്റേ കസബിനെ കെട്ടിത്തൂക്കി കൊന്നു. എന്ത് കാര്യമുണ്ടായി? അവൻ മരിക്കാൻ വേണ്ടി വന്നവനാണ് അവിടെ. മുംബൈയിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ 14 പേരും വന്നിട്ട് ഈ 300 ആർമിക്കാരെ വരുന്നവർ ചാവേറുകളാണ്. അവരവിടെ മരിക്കാൻ വേണ്ടി വരുന്നവനാ. അവനെ കെട്ടിത്തൂക്കി കൊന്നു. എന്നിട്ട് ഇവരെന്താ വിചാരിക്കുന്നത്? വേറെ ആൾക്കാരവിടെ വരില്ലാന്നോ? ഞാൻ ചോദിക്കട്ടെ, മരിക്കാൻ വേണ്ടിയാണ് അയാൾ വന്നത്, ശരി, സമ്മതിച്ചു. അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടപ്പാക്കിയിട്ടല്ലല്ലോ അയാൾ മരിക്കുന്നത്. 300 പട്ടാളക്കാരെ വധിക്കാൻ വേണ്ടിട്ട് 15 പേരുമായിട്ട് വന്നതാണ് ഈ കസബൊക്കെ. അവനവിടെ ചാവാൻ വന്നതാ. ആ ചാവാൻ വന്നവനെ നിങ്ങൾ കൊണ്ടുപോയിങ്ങാണ്ട് 5-6 വർഷം ജയിലിലിട്ട് എന്നിട്ട് കെട്ടിത്തൂക്കി കൊന്നു. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അടുത്തത് ഇതേപോലെ തീവ്രവാദി ആക്രമണം നടത്താൻ വേണ്ടി വരുന്ന ഒരുത്തൻ ഇത് കണ്ട് പേടിക്കുന്ന? അങ്ങനെയൊന്നല്ല, അങ്ങനെയല്ലേ ഈ സാധനം പറയുന്നത്. അതൊക്കെ വെറുതെ നിങ്ങൾക്ക് വൈകാരികപരമായിട്ടൊക്കെ പറയാം. ഇപ്പം എന്നെ തല്ലി ഒരുത്തനെ തിരിച്ചു തല്ലാനുള്ള ആഗ്രഹമൊക്കെ സ്വാഭാവിക. മനുഷ്യ സർവൈവിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ലോജിക്കലായിട്ട് നമ്മൾ അതിനെ ചിന്തിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ലോജിക്ക് മാത്രമല്ലല്ലോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ലോജിക്ക് മാത്രം ഉപയോഗിച്ചാണോ ഭരണഘടന എഴുതിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഭരണഘടന കുറച്ചൊക്കെ കുറച്ചല്ല, ഒരു 95% ഭരണഘടന ലോജിക്കലായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. എല്ലാ മനുഷ്യരും കൺസിഡർ ചെയ്തിട്ട് എല്ലാ മനുഷ്യരും കൺസിഡർ ചെയ്തിട്ട് ചെയ്യേണ്ടി വന്നത് കൊണ്ട് ഒരു 5%, 6% ഒക്കെ ലോജിക്ക് കുറവ് അതിനുണ്ടായേക്കാം. അത്രേ ഉള്ളൂ. അത് എല്ലാ മനുഷ്യരും ഒരുപാട് കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ ലോജിക്ക് കുറവ് സ്വാഭാവികമായിട്ട് വരും. ലോജിക്ക് കുറവ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അതിനകത്ത് വൈകാരികത കൂടി ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2-3 എക്സാമ്പിൾസ് അറിയും. ഭരണഘടനയിൽ വൈകാരിക തലമായിട്ട് നിൽക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അല്ല, നിങ്ങളങ്ങനെ വായോണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല പരിപാടിയൊന്നും. വൈകാരിക തലത്തിലൊക്കെയാണ് ചില സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ലോജിക്കാണ് അവിടെ റൂൾ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, മരണപ്പെട്ട വ്യക്തികൾക്ക് നീതി എന്ന് പറയുന്ന സാധനം ലോകത്ത് എവിടെയില്ല, ഇന്ത്യയിൽ മാത്രമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ശിക്ഷ എന്ന് പറയുന്നത്? സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. ഇവിടെ ഒരു സാധനം നമ്മൾ ഈ സമയത്ത് നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ബെയർ മിനിമം ആണ് ഈ ശിക്ഷ. അതെങ്ങനെയാ? ഗവൺമെന്റിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെന്റ് എന്താ ചെയ്യാ? പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്നാ പിന്നെ നിങ്ങൾ ഈ വാദം ഇങ്ങനെ പറയാം. എന്ത്? അതായത് ഒരാൾ ക്രൈം ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവനെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കേസുകളിലും കൊല്ലുന്നില്ലല്ലോ. ഈ പറയുന്ന പോലെ ബ്രൂട്ടലായിട്ട് ഒരാൾ റേപ്പ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ട് ഒരാൾ ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവനെ നേരത്തെ മനസ്സിലാക്കിയിട്ട് അവനെ കൊന്നുകളയാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ എന്തായാലും ക്രൈം നടക്കും. ക്രൈം നടന്ന ശേഷം ഒരു നീതി എന്ന് പറയുന്ന സാധനം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ക്രൈം നടന്ന ശേഷം എങ്ങനെ നീതി? അതൊന്ന് പറഞ്ഞേ. അതിന്റെ ലോജിക്ക് ഒന്ന് പറഞ്ഞേ. ക്രൈം നടന്ന ശേഷം ആർക്ക് നീതി? അതൊന്ന് പറ. വൈകാരിക തലത്തിലും പറഞ്ഞോ. ക്രൈം നടന്ന ശേഷം ആർക്കാ വേണ്ട നീതി? അതൊന്ന് പറ. നിങ്ങൾ കൊല്ലപ്പെട്ടിട്ട് പിന്നെ എന്ത് നീതിയാ? അത് പറ. നിങ്ങൾ കൊല്ലപ്പെട്ടിട്ട് ആ നീതി ആർക്കാ? അത് പറ. അവിടെ നീതി എന്താ അറിയോ? നിങ്ങൾ തിരിച്ചുകൂടെ വരുവാണെങ്കിലും ഓക്കെ, അത് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, കൊള്ളാം, പരിപാടിയൊക്കെ കൊള്ളാം. അങ്ങനത്തെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ലോജിക്ക് ഉണ്ട്. അല്ലാണ്ട് പിന്നെ നിങ്ങൾ മരിച്ചും പോയി, നിങ്ങൾക്ക് നീതിയുടെ അവിടെ കുടുംബാംഗങ്ങളുടെ നീതിയൊന്നുമില്ല. നിങ്ങൾ മരിച്ച് അത്രേ ഉള്ളൂ. മരണപ്പെട്ട വ്യക്തികൾക്ക് മാത്രം നീതി എന്നുള്ളത് കൂടി അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോ അയാളുടെ ഫാമിലിയിൽ അയാൾ മാത്രമാണ് ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇയാളെ ശിക്ഷിച്ച എന്തെങ്കിലും ഗുണം ചെയ്യും അവർക്ക്? ശിക്ഷ മാത്രമല്ലല്ലോ അതിനകത്തുള്ളത്, മറ്റു രീതിയിലുള്ള ഹെൽപ്പുകളും ഉണ്ടാവും. പ്രതിനെ കൊല്ലുന്നത് എന്തിനാ? അയാൾ അടുത്ത ക്രൈം ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? അയാൾ ജയിലിലെടുത്തിട്ടുണ്ടല്ലോ. ഉറപ്പുള്ളപ്പോൾ മാത്രം വിട്ടാൽ മതി ജയിലിൽ നിന്ന് പുറത്ത്. എങ്ങനെയാണ് ഉറപ്പുണ്ടാവുക? അതൊക്കെ പറ്റും. ഇവിടെ ബ്രെയിൻ മാപ്പിംഗ് ഉൾപ്പെടെ സാങ്കേതിക വിദ്യയൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു. അതുകൊണ്ട് ബ്രെയിൻ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോന്നൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാത്. അതൊക്കെ വേറെ വിഷയമാണ്. ഇവിടുത്തെ ജയിലുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകണത്, ഇവിടുത്തെ ജയിലറും പ്രതികളും തമ്മിലുള്ള കോംബോ എങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ വിഷയമാണ്. അതൊക്കെ കൊല്ലുന്ന എന്തിനാ പറ? അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അയാൾ ഒരു ക്രൈം ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടിയാണ് അതിനകത്ത്. അതെ. ഇവിടെ രേഖകൾ ഞാൻ പറഞ്ഞില്ലേ, ബഹുഭൂരിപക്ഷം മനുഷ്യരും ക്രൈം ചെയ്യുന്നില്ല, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നന്നാവുന്നുണ്ട്. അപ്പൊ ആ നന്നാവുന്ന സാഹചര്യം, ഈ ജയിലിൽ കിടക്കുന്ന ഇപ്പൊ പീഡനങ്ങളില്
ജയിലിൽ കിടക്കുന്ന വ്യക്തികളിൽ പരോളിൽ ഇറങ്ങിയിട്ട് പിന്നെയും എത്ര ബലാത്സംഗങ്ങളും പീഡനങ്ങളും നടത്തുന്നുണ്ട്. വരുന്ന കേസുകൾ പൊക്കിക്കൊണ്ടുവരുന്നതാണ് മാധ്യമങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട്. കമ്പാരിറ്റീവ് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ് അതൊക്കെ വളരെ കുറവാണ്. അപ്പൊ ആ ഒരു പറയുമ്പോഴും അവിടെ ന്യൂനപക്ഷം വരുന്നുള്ളൂ. കിടക്കുന്ന ആൾക്കാർ ജയിലിൽ അയാളെ പിടിച്ചിടുന്നത് എന്തിനാണ്? ക്രൈം കുറയ്ക്കാൻ വേണ്ടി, അയാൾ ഇനി ആ ക്രൈം ചെയ്യില്ല എന്ന് വരുത്താൻ വേണ്ടിട്ട് കൂടിയാണ്. ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ 10ാം ക്ലാസ് ഇറക്കുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മലയാളം വായിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട്, ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തിൽ ആൾക്കാരായിട്ട് ഒരു കൂട്ടിയാൽ മതി, അങ്ങനെ പേടിച്ച് ജീവിക്കാൻ. അങ്ങനെ ന്യൂനപക്ഷത്തിലുള്ള ഒരാളായതുകൊണ്ട് അയാൾക്ക് ക്രൈം ചെയ്യാവുന്നതാണോ? അങ്ങനല്ല. ഇവിടെ ന്യൂനപക്ഷത്തിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് വിട്ടുപിടിച്ച് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയാവോ? ഇവിടെ റോഡ് അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് വണ്ടി എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല, വണ്ടി ഓടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ റിസ്കുകളുള്ളപ്പോൾ അങ്ങനെ ആ ന്യൂനപക്ഷം റിസ്കുകളെ നമ്മൾ കണ്ടിട്ടാണ് കാണിക്കേണ്ടി വരും. ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയത്തിലും. അത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ വൈകാരികമായിട്ടൊക്കെ ദേഷ്യം വരുന്നുണ്ടാവും. വൈകാരികമായിട്ട് ഇതൊക്കെ വിഷയമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതാണ് നടക്കേണ്ടത്. അപ്പോൾ ഒരു 90 പേരെ അല്ലെങ്കിൽ 1000 പേരെ വിടുന്നുണ്ടെങ്കിൽ ഒരു 10 പേര് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ല കാണിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ നടക്കുള്ളൂ. കാരണം അതാ ഞാൻ പറഞ്ഞത്, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് മലയാളം വായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെന്ന് 10 പേര്. അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 10 പേരെങ്കിൽ 10 കുറ്റവാളികൾ അവരുടെ സമൂഹത്തിന് ഒരു ത്രെഡ് അല്ലേ? ആയിരിക്കാം. ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്ക് ലൈസൻസ് എടുക്കുന്ന ത്രെട്ടാണോ? 18 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ലൈസൻസ് ഉണ്ട്. എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല, എനിക്ക് ലൈസൻസ് ഉണ്ട്. ത്രെട്ടാണോ? ആണ്. ആരെ കുറ്റം പറയണ്ട? ഇതെന്താ പറയാത്തെ? ഇവിടെ ജയിലിൽ പോണ മനുഷ്യന്മാരെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വിഷയം ഇവിടെ വധശിക്ഷയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ പറയാത്തല്ല ഞാൻ പറയണേ, നാട്ടുകാരെന്താ പറയാത്തെ? അപ്പൊ നാട്ടുകാർക്ക് ഇതൊരു വൈകാരികമായിട്ടുള്ള വിഷയമാണ്. ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അതായത് ക്രൈം നടന്നു കഴിഞ്ഞാൽ നിരുപാധികമാണ്, വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ ക്രൈം നടക്കാൻ പാടില്ല. നടന്ന ശേഷം പിന്നെ അതിനകത്ത് നീതി എന്ന് പറയുന്ന സാധനം ലോകത്ത് എവിടെയില്ല. നമ്മൾ മാത്രമാണ് ഇതിനെന്തോ ഒരു സംഭവമായിട്ട് പറഞ്ഞു നടക്കണേ. പിന്നെ വധശിക്ഷ ഉള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ക്രൈം റേറ്റ് കുറവാണെന്നുള്ള ആധികാരികമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ സൗദി, അവിടെ പല വാർത്തകളും പുറത്തു വരത്തില്ല. മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു രാജ്യമാണ്. ഉറപ്പല്ലേ? ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമേ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. 4th സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ക്രൈം റേറ്റ് കുറവാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളുടെ അതിനുള്ള സാധൂകരിക്കുന്ന തെളിവുകളില്ല. ഈ പറഞ്ഞ പോലെ വധശിക്ഷ നിർത്തലാക്കിയ രാജ്യങ്ങളിൽ ക്രൈം റേറ്റ് കുറഞ്ഞതായിട്ടുള്ള രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതിന് സാധൂകരിക്കുന്ന രേഖകൾ നിങ്ങളുടെ കയ്യിലില്ല. ഇല്ല. ജനങ്ങളുടെ നികുതി പണത്തിന് ആണ് ഇങ്ങനെ ഇവരെ റീഹാബ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമല്ല. നിങ്ങളോട് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. റോഡ് നന്നാക്കാനുള്ള പൈസ ഒക്കെ നമ്മുടെ നല്ല പിടിക്കുന്നത് നമ്മൾ. ഇങ്ങനത്തെ ഉത്തരവാദിത്തം ആ പ്രതിന് ആ വ്യക്തിനെ ഉപയോഗിക്കുന്ന നമ്മളാ. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൈം ചെയ്യുന്നത് ആളെ നമ്മളല്ലല്ലോ. മനുഷ്യന്മാര് സഹജീവികളാണെന്നറിയാവോ? അറിയാം. ഗോത്രത്തോട് സ്നേഹമുള്ള മനുഷ്യരാണെന്ന് അറിയാവോ? മനുഷ്യന്മാർക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നറിയാവോ? ഏതൊരു മനുഷ്യനും എക്സിസ്റ്റിംഗ് ആണ് വേണ്ടതെന്ന് അറിയാവോ? അപ്പൊ മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ പാടില്ലെന്ന് ആ സ്റ്റേറ്റ് ചെയ്താലും ഞാൻ ചോദിക്കുന്നത്, എന്തിനാ അയാളെ നമ്മളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യണം? നമുക്ക് ത്രെട്ടായിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് ത്രെട്ടാന്നൊക്കെ നിങ്ങൾ വെറുതെ പറയണ. അതിന് നിങ്ങൾക്ക് സാധൂകരിക്കുന്ന യാതൊരു തെളിവില്ലാന്നാ ഞാൻ പറഞ്ഞു. അയാൾ ഒരു കുറ്റം ചെയ്യാതെ അയാൾ ജയിലിൽ പോവില്ലല്ലോ. ഓൾറെഡി ചെയ്തു. നിങ്ങളും ചെയ്യും, ഞാനും ചെയ്യും. ഇവിടെ ഇരിക്കുന്ന സകല മനുഷ്യരും തെറ്റിയുന്ന മനുഷ്യരാ. എല്ലാം പറയാൻ പറ്റും. അല്ലെങ്കിൽ മരണം ഒരാളുടെ ജീവൻ എടുക്കുക എന്നതുപോലെ വലിയ രീതിയിലുള്ള കുറ്റം ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ഇത്ര വർഷമായിട്ട് എനിക്ക് എത്ര ആൾക്കാരോട് ദേഷ്യം ഉണ്ടാവാമായിരുന്നു. ഞാൻ ഇതുവരെ ആരെയും കൊന്നിട്ടില്ലല്ലോ. നിങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് പഠനം ഡൗൺലോഡ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിങ്ങളൊരു വീട്ടിൽ കയറി മോഷ്ടിക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? മോഷണം നിങ്ങൾക്ക് വലിയ പ്രശ്നമായതുകൊണ്ടൊന്നല്ല. അങ്ങനെയൊന്നും പറയണ്ട. അവൈലബിൾ ആവുന്നതുകൊണ്ടും കുറ്റം അത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കപ്പെടുന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ അന്യൻ്റെ മുതൽ എന്തോ പ്രശ്നമാണ് അത് നിങ്ങൾ കൈ വെക്കുന്നുള്ളതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് പറയണ്ട അവിടെ ചെയ്യൂല. അതും മോഷണമാണ്, ഇതും മോഷണമാണ്. മോഷണത്തിന് കാഠിന്യക്കുറവൊന്നും എവിടെയില്ല. കാഠിന്യം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും കാഠിന്യം കൂടുതൽ.
കൊലപാതകത്തിന് കഴിഞ്ഞില്ല. അല്ലല്ല, കൊലപാതകമല്ല. ഞാനിപ്പോൾ ഈ രണ്ട് കമ്പാരിസൺ വെച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ ക്രൈം ചെയ്യാതിരിക്കുന്നതിന് കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാരകമായിട്ടുള്ള ആദർശം ഉള്ളതുകൊണ്ടൊന്നല്ല. മനസ്സിലായോ? എല്ലാവരും ക്രൈം ചെയ്യും. ഞാനും നിങ്ങളൊക്കെ ക്രൈം ചെയ്യുന്നു, എല്ലാവരും ക്രൈം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. ഇവിടെ എല്ലാവരും ക്രൈം ചെയ്യും. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ എന്തോ വലിയ ആദർശം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മോഷ്ടിക്കാതിരിക്കുന്നതെന്ന് പറയരുത്. അതൊരു ഹിപ്പോക്രസിയാണ്, അതൊരു കാബഡിയാണ്. നിങ്ങൾ മോഷ്ടിക്കാതിരിക്കുന്നത് പിടി വീഴുന്നു, പോലീസ് പിടിക്കുന്നു, നാണക്കേടാകുന്നു, പത്രത്തിൽ ഫോട്ടോ വരുന്നുള്ളൂ എല്ലാവരും. അല്ല, അതിൻ്റെ കോറ് റീസൺ മനസ്സിലാക്കിയിട്ടൊന്നല്ല ആരും ഇവിടെ ക്രൈം ചെയ്യാതിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിനിമ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യില്ല. അത്രയും സിമ്പിൾ അത്. അപ്പൊ ധനഞ്ജയ് പറഞ്ഞു തരുന്നത് ഇതുപോലെ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ വെറുതെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റണം എന്നും. ജയിലിലിടുന്ന വെറുതൊന്നല്ല, ജയിലില് ഭയങ്കര വിഷയമാണ് അത്. ഇതെന്താ അറിയോ, സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത മനുഷ്യർ, പുറത്ത് ജനങ്ങളുമായിട്ട് സമ്പർക്കം ഒരു കാര്യമായിട്ട് കാണാത്ത മനുഷ്യർ, ഇവർക്കൊക്കെയാണ് ജയിൽ ഭയങ്കര സുഖമായിട്ട് തോന്നണേ. ജയിലൊരു വിഷയമാണ്. അവിടെ മട്ടം കിട്ടുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. മട്ടം കിട്ടിയാലും എന്താ, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കാനായിട്ടുള്ളൊരു ഇടം ആയിട്ട് ജയിലിൽ ഇപ്പം മാറ്റിയിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ അവർക്കുണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജയിലിൽ അവരിടുക, അവരെ റീഹാബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റീഹാബ് ചെയ്തിട്ട് പുറത്തിറക്കി വിടുക, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇടുക, ജയിലിടുക. അതിനാണ് ജയില്. ഓക്കെ, അതിനാണ് ജയില്. അല്ലാതെ വധശിക്ഷ മാത്രമല്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും വധശിക്ഷ എടുത്തേക്കുണ്ട്. അതറിയാവോ? എന്തുകൊണ്ട് എടുത്തേക്ക്? അതെന്തുകൊണ്ട് എടുത്തേക്ക്? നമ്മൾ ഇവിടെ ഒരു റൂമിലിരുന്ന് ചർച്ച ചെയ്യുന്ന പോലെ അല്ല, അതെടുത്ത് നീക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൊന്ന് വധശിക്ഷ ഇതുകൊണ്ട് പ്രാക്ടിക്കലി ഒരു ഉപയോഗമില്ല. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സാധ്യത കൂടുതൽ ക്രൈം റേറ്റ് കൂടാനാ. അതെനിക്ക് തോന്നുന്നത് മാത്രമാണ്. ഒരാൾ മരിക്കാൻ ചാൻസ് ഉള്ള ഒരുത്തൻ, ജീവിതം മടുത്തൊരുത്തൻ ഒരു 40 പേരെ കൊന്നിട്ട് ജയിലിൽ പോയി എന്ത് ചെയ്യും? പെട്ട പ്രശ്നമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാന്ന് വിചാരിക്കും. ശരി, സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ എനിക്ക് മരിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കരുതിയിട്ട് എനിക്ക് ബാക്കിയുള്ളവരെ കൊല്ലാൻ താല്പര്യം ഉണ്ടാവണം എന്നില്ലല്ലോ. ഇല്ല, അങ്ങനെ ഉള്ള മനുഷ്യരുണ്ടെങ്കിലോ, ഭയങ്കര വൈരാഗ്യ ബുദ്ധിയൊക്കെ ഉള്ളൊരു മനുഷ്യൻ, ഫാമിലിയോട് വൈരാഗ്യം, കൂടെ പഠിച്ചവരോട് വൈരാഗ്യം, കാമുകിയോട് വൈരാഗ്യം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യനാണെന്ന് വിചാരിക്കും. അവൻ ജീവിതം മടുത്തു. അങ്ങനെ വൈരാഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജീവിക്കാനാണ് ആഗ്രഹം. അല്ല, അങ്ങനെ ജീവിതം അടുത്ത വ്യക്തികളുണ്ടല്ലോ, വൈരാഗ്യം മൂത്ത് ജീവിതം അടുത്ത്. ഇവിടെ ആസിഡ് ഒഴിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരില്ല. ഇവിടെ കാമുകിയുടെ പുറത്ത് ആസിഡ് ഒഴിച്ചിട്ട് ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ വാർത്തകൾ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ആണെങ്കിലോ, അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതം മടുക്കുന്ന സമയത്ത് അവർക്ക് വൈരാഗ്യമുള്ള എല്ലാ മനുഷ്യരും കൊന്നിട്ടങ്ങോട്ട് കെട്ടിത്തൂങ്ങി ചാവി അല്ലെങ്കിൽ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുക ചെയ്താൽ എങ്ങനെയാ സാധനം വർക്കാവണേ? അപ്പോൾ ചാൻസ് കൂടുതൽ വധശിക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാൻസ് കൂടുതൽ ക്രൈം റേറ്റ് കൂടാനായിട്ടുള്ള ചാൻസാണ് കൂടുതൽ. ക്രൈം റേറ്റ് കുറയാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ക്രൈം ചെയ്യാൻ വരുമ്പോഴേ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഈ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കെട്ടിത്തൂക്കി കൊല്ലുന്നുള്ള പേടിയൊന്നും നേരത്തെ വർക്കാവൂല എന്നാണ് സയൻറ്റിഫിക്കൽ പഠനങ്ങൾ പറയുന്നത്, ഡോക്ടേഴ്സ് ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല, ഈ ക്രിമിനോളജിസ്റ്റുകളുണ്ടല്ലോ, ക്രിമിനൽസുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്ന വ്യക്തികൾ, അവരുടെ അഭിപ്രായത്തിലും ഈ പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ശിക്ഷാരീതിയല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇന്ത്യ ഉടനെ തന്നെ ഡെത്ത് പെനാൽറ്റി ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇവിടെ ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഡെത്ത് പെനാൽറ്റി ശിക്ഷ വിധിച്ച് ജയിലിൽ കിടക്കുന്ന വ്യക്തികൾ അവരുടെ ശിക്ഷ പേ ഓഫ് ചെയ്യാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അത് ചെയ്യുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇല്ലാതാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇന്ത്യ നിർത്തലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേറെയും രാജ്യങ്ങൾ നിർത്തലാക്കും. ലോകത്താകമാനം വധശിക്ഷയ്ക്കെതിരെയാണ് നിൽക്കുന്നത്.